അവസ്ഥ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ കേരളത്തിൽ 2026 നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ മന്ത്രിസഭ വന്നു. ആ മന്ത്രിസഭ രൂപീകരണത്തിന് വേണ്ടി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനെല്ലാം വലിയ കാലതാമസങ്ങളും രാഷ്ട്രീയമായ പ്രതിസന്ധികളും ഒക്കെ നാം കണ്ടറിഞ്ഞതാണ്. എന്നാൽ കൃത്യം 2.5 വർഷം മുമ്പ് നമ്മുടെ തൊട്ടയൽവക്ക അയൽ സംസ്ഥാനമായ കർണാടകയിലും സമാനമായ പ്രതിസന്ധി അന്നുണ്ടായിരുന്നു. അവിടെയും കോൺഗ്രസ് തന്നെയാണ് ഭരണത്തിലുള്ളത്. അവിടെ നമ്മുടെ കേരളത്തിലെ ഭരണ സമിതിയേക്കാൾ അല്ല എന്നുണ്ടെങ്കിൽ മന്ത്രിസഭയേക്കാൾ കൂടുതൽ ഒരു സങ്കീർണത അക്കാലത്തുണ്ടായിരുന്നു. കേരളത്തിലേതിന് വിഭിന്നമായി അവിടെ ജാതിമത സമവാക്യങ്ങൾ ഏറെ സ്വാധീനം ചെലുത്തുന്ന നാടുകൂടിയാണ് കർണാടക. ഇപ്പോൾ ലിംഗായത്ത് സമുദായക്കാരനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി എന്ന വിശേഷണമുള്ള ശിവകുമാർ, അദ്ദേഹം ഒക്കെ ലിംഗായത്ത് വിഭാഗക്കാരനാണ്. അപ്പോൾ അവിടെ ജാതിമത സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിലൊരു വിഭജനം നടന്നിരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അന്ന് സിദ്ധരാമയ്യയെ തെരഞ്ഞെടുക്കുമ്പോൾ ഡൽഹിയിൽ 3 ദിവസം വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു. DK ശിവകുമാർ അക്ഷരാർത്ഥത്തിൽ ഇടഞ്ഞു തന്നെ നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പദം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വേള കർണാടകത്തിൽ കോൺഗ്രസ് തന്നെ പിളർത്തി സിദ്ധരാമയ്യ പുറത്തേക്ക് പോകുന്നു എന്നുള്ള തരത്തിലുള്ള പത്രവാർത്തകളൊക്കെ ഉണ്ടായിരുന്നതാണ്. നമ്മളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അടിയുറച്ച കോൺഗ്രസ് വിശ്വാസിയായ DK ശിവകുമാർ ഒരിക്കൽ ജയിലായ സന്ദർഭത്തിൽ സോണിയാഗാന്ധി അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം സോണിയാഗാന്ധിക്ക് ഒരു വാക്ക് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. കർണാടക ഞാൻ തങ്കത്താലത്തിൽ വെച്ച് മാഡത്തിൻ്റെ കയ്യിൽ തരും, അധികാരം പിടിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് വന്ന കർണാടക ഉപതെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുവാൻ വേണ്ടി DK ശിവകുമാറിൻ്റെ പ്രയത്നം വലുതായിരുന്നു. എന്നാൽ ജാതിമത സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ സിദ്ധരാമയ്യയ്ക്കാണ് മുഖ്യമന്ത്രി പദത്തിന് നറുക്ക് വീണത്. DK ശിവകുമാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന പ്രതീതി തന്നെയായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനെ തുടർന്ന് 2 ദിവസത്തിനുള്ളിൽ താൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടി സിദ്ധരാമയ്യ അവിടെ ബംഗളൂരുവിൽ ഒരു വലിയ സ്റ്റേഡിയത്തിൽ പന്തലക്കിടുകയുണ്ടായി. ഇത് DK ശിവകുമാറിനെ വല്ലാതെ ചൊടിപ്പിച്ചു. അന്ന് അദ്ദേഹം പരസ്യമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ മാരത്തൺ ചർച്ചകളാണ് നടന്നത്. അതായത് നമ്മുടെ കേരളത്തിലെ MP ആയ K സുധാകരൻ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അതേ പ്രതിസന്ധി, പിന്നീട് മുഖ്യമന്ത്രിയായി VD സതീശനെ തെരഞ്ഞെടുക്കുന്നതിലുണ്ടായ പ്രതിസന്ധി, ഇതുപോലെ തന്നെ രൂക്ഷമായ ഒരു പ്രതിസന്ധിയാണ് 2.5 വർഷം മുമ്പ് അന്ന് ഡൽഹിയിലുണ്ടായിരുന്നത്. അന്ന് AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും ഹൈക്കമാൻഡിൻ്റെ ഭാഗമായ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും എല്ലാം ചേർന്ന് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു. 2.5 വർഷം കർണാടകയുടെ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ ഭരിക്കട്ടെ, തുടർന്ന് 2.5 വർഷം DK ശിവകുമാർ ഭരിക്കട്ടെ, ഉപമുഖ്യമന്ത്രിയായി DK വരട്ടെ എന്നൊക്കെയാണ് ഒരു ഫോർമുല കണ്ടെത്തിയത്. ഇന്നിപ്പോൾ അത്തരം ഒരു ഫോർമുല ഉണ്ടാക്കിയതിന് ശേഷം 2.5 വർഷം പിന്നിടുമ്പോൾ തനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട മുഖ്യമന്ത്രി പദം വേണം എന്നുള്ള അവകാശവുമായി DK രംഗത്ത് വരുമ്പോൾ അത്തരം ഒരു ഫോർമുലയ്ക്ക് താൻ വഴങ്ങില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് താൻ തയ്യാറല്ല എന്ന പിടിവാശിയോടുകൂടി സിദ്ധരാമയ്യ കളം നിറഞ്ഞു നിൽക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ പ്രതിസന്ധിയെ പരിഹരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ രീതിയിൽ കൃത്യമായി രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന പ്രവർത്തിക്കുന്ന ഫവാസ് എന്ത് തരത്തിൽ ഒരു സംഭവവികാസമാണ് കർണാടകയിൽ ഉണ്ടാകും എന്ന് നിരീക്ഷിക്കുന്നത്? നയിച്ചയാൾ എന്തുകൊണ്ട് നായകനായില്ല? ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിലും ഇത് പറഞ്ഞ പോലെ VD സതീശനായിരുന്നു നയിച്ചിരുന്നത്. പക്ഷേ MLA മാരുടെ സപ്പോർട്ട് നോക്കുമ്പോൾ അത് KC വേണുഗോപാലിനായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ സമ്പ്രദായമാണ് ഇപ്പം നമ്മൾ കർണാടകയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 2.5 വർഷം മുമ്പ്, അല്ല 3 വർഷം മുമ്പ്, അന്ന് ഈ പറഞ്ഞ പോലെ കർണാടകയിൽ കോൺഗ്രസ് ഭരണത്തിലേറുമ്പോൾ എല്ലാവരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിജയമായിരുന്നു. ഈവൻ BJP എല്ലായിടത്തും കയറി വരുമ്പം തെക്കേ ഇന്ത്യയിൽ BJPക്ക് വലിയ സ്വാധീനമില്ല. പക്ഷേ കർണാടകയിൽ നോക്കും, തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ BJPക്ക് സ്വാധീനമുള്ള സ്ഥലം അത് കർണാടകയാണ്. അത് തമിഴ്നാടോ അല്ലെങ്കിൽ ആന്ധ്രയോ തെലങ്കാനയോ മറ്റൊന്നുമല്ല. ഏറ്റവും കൂടുതൽ തെക്കേ ഇന്ത്യയിൽ, അതായത് സദേൺ ഇന്ത്യയിൽ BJPക്ക് ഒരു വേരുറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ കർണാടക മാത്രമാണ്. അപ്പോൾ ആ കർണാടക DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിലാണ് അത് പിടിച്ചത്. അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞപ്പം നമ്മൾ ഇന്ന് കോൺഗ്രസ് കേരളത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു MLA മാരുടെ സപ്പോർട്ട് KC വേണുഗോപാലിന്. അതേ സംഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. DK ശിവകുമാർ നേതൃത്വം നൽകി അദ്ദേഹം കർണാടക പിടിച്ചെടുക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ MLA മാരിൽ നല്ലൊരു ഭൂരിപക്ഷം ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് സിദ്ധരാമയ്യ ആയിരുന്നു.
അപ്പം എന്താ പറയുക, കപ്പിനും ചുണ്ടിനിടക്ക് തൻ്റെ അധ്വാനത്തിലൂടെ താൻ പൈസ ഇറക്കി തൻ്റെ നേതൃത്വത്തിൽ താൻ KPCC പ്രസിഡന്റ് ആയിരിക്കും, അല്ല PCC പ്രസിഡന്റ് ആയിരിക്കുമ്പം മുമ്പോട്ട് കൊണ്ടുപോയി പാർട്ടിയെ ജയിപ്പിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവസാനം തനിക്ക് മുഖ്യമന്ത്രി സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ട. ഏകദേശം 3 ദിവസം നടക്കുന്ന മാരത്തോൺ ചർച്ച അന്ന് നടന്നു. അന്ന് ഈ പറഞ്ഞ പോലെ പ്രിയങ്ക ഗാന്ധിയും അതേപോലെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാവരും ഇരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് സിദ്ധരാമയ്യ, DK ശിവകുമാർ കേട്ടില്ല. പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് കേട്ടില്ല. മല്ലികാർജുൻ ഖാർഗെ അനുനയിപ്പിക്കാൻ പോയി, നടന്നില്ല. ഏറ്റവും അവസാനം ഈ പറഞ്ഞ പോലെ സോണിയാഗാന്ധിയുടെ ഒരൊറ്റ വാക്കിൽ, കാരണം സോണിയാഗാന്ധിയും അദ്ദേഹം തമ്മിലുള്ള, നേരത്തെ സാറ് പറഞ്ഞില്ല ബന്ധം, ജയിലിൽ കടക്കുമ്പോഴുള്ള ബന്ധം, അദ്ദേഹം തന്നെ പലവട്ടം പറഞ്ഞിട്ട് ഞാൻ ജയിലിൽ കടക്കുമ്പം എന്നെ നേരിട്ട് കാണാൻ വന്ന ആദ്യത്തെ വ്യക്തി സോണിയാഗാന്ധിയാണെന്നുള്ളതും അന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് കൊടുത്തൊരു ഉറപ്പായിരുന്നു കർണാടക ഞാൻ പിടിച്ചു കൊടുക്കും എന്നുള്ളത്. അപ്പം സോണിയാഗാന്ധിയായിട്ടുള്ള അത്രത്തോളം പിന്നെ റെസ്പെക്ട്, ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ ഒരൊറ്റ വാക്കിലാണ് അന്ന് അദ്ദേഹം ആ പിടിവാശി ഉപേക്ഷിച്ചതും പിന്നീട് ഈ പറഞ്ഞ പോലെ 2.5 വർഷത്തിന് ശേഷം മാറിക്കൊടുക്കാം എന്ന് പറഞ്ഞപ്പം ഓക്കെ സമ്മതിച്ചതും സിദ്ധരാമയ്യ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒക്കലിംഗായത്ത് സമുദായമാണ് DK ശിവകുമാർ. അതായത് കുറച്ച് ഉയർന്ന ജാതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു കുറ്റമല്ല. അങ്ങനെ ജനിച്ചതിന് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. നമുക്ക് ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് പിന്നീട് പറയണം എനിക്ക് താഴ്ന്ന ജാതിയിൽ ജനിച്ചാൽ മതിയായിരുന്നു. ഇടപെട്ട് സംസാരിച്ചോട്ടെ ഫവാസെ, എന്നും നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. കാരണം ജാതിമത സമവാക്യങ്ങളാണ് ജനസമ്മതിയേക്കാൾ ഉപരി മറ്റു പലതും നിശ്ചയിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അത് വലിയൊരു തലവേദനയായി. ഇപ്പോൾ ഇന്ന രാഷ്ട്രീയ കക്ഷിയെന്നില്ല, എല്ലാ രാഷ്ട്രീയ കക്ഷികളും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണത്. അത് ഇപ്പോൾ കർണാടകയിലും അത് തന്നെയാണ്. അത് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രശ്നമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് CH മുഹമ്മദ് കോയക്ക് ശേഷം പിന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ പോലെ ജാതി മത ലാദുകൾക്കും അതീതമായിട്ടുള്ള നേതാവായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പം എക്കാലത്തും കേരളത്തിൽ പറഞ്ഞ പോലെ ഒരു ഉയർന്ന മേധാവിത്വം കോൺഗ്രസ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നായർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളായിരിക്കും വരിക. അതിൽ മറികടന്നുകൊണ്ടാണ് നമുക്ക് ഉമ്മൻചാണ്ടി വന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം സാന്നിധ്യം എപ്പോഴും കേരളത്തിൽ കാണാറില്ല. ഒരുപക്ഷെ ലീഗ് നിർബന്ധിച്ചു കഴിഞ്ഞാൽ ലീഗിന് കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. പക്ഷേ ലീഗ് ഒരിക്കലും കാര്യത്തിൽ, കാരണം ഇവിടുത്തെ BJP വളരുന്നുള്ളൊരു പേടി ലീഗിന് നന്നായിട്ടുണ്ട്. അക്കാര്യം കൊണ്ട് ലീഗോ കാര്യത്തിൽ ഇടപെടാറില്ല. നമ്മൾ കർണാടകയിലോട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ അന്നത്തെ 2.5 വർഷം ടേം എഗ്രിമെന്റ് രണ്ടുപേരും സമ്മതിച്ചായിരുന്നു. അതിനുശേഷം പിന്നീട് പല ഇലക്ഷനും നടന്നു. 2.5 വർഷം കഴിഞ്ഞപ്പം അന്ന് വലിയ ഏകദേശം ഒരു 6 മാസം മുമ്പ് ഈ ചർച്ച നടന്നായിരുന്നു. അപ്പം അന്നും ഈ പറഞ്ഞ പോലെ സിദ്ധരാമയ്യ വിട്ടുകൊടുത്തില്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ DK ശിവകുമാർ വീണ്ടും സമ്മതിച്ചു കൊടുത്തു. ഇപ്പോൾ വീണ്ടും 3 വർഷം തികയുമ്പോൾ മാറിക്കൊടുക്കാമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. ഇപ്പോഴും അദ്ദേഹം മാറിക്കൊടുക്കുന്നില്ല എന്നുള്ള സംഭവമാണ് വീണ്ടും പുറത്തോട്ട് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ DK ശിവകുമാറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്നും കോൺഗ്രസിന് അനുനയിക്കപ്പെട്ട നേതാവ് തന്നെയാണ്. ഇപ്പൊ പുതുതായിട്ട് സിദ്ധരാമയ്യ മുമ്പോട്ട് വെക്കുന്ന ഒരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം MLA മാരുടെ സപ്പോർട്ട് സിദ്ധരാമയ്യക്കാണ്. അതുകൂടാതെ താഴ്ന്ന ജാതിക്കാരനാണ്, ദളിത് വിഭാഗക്കാരനാണ്. ഇപ്പം അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം കർണാടക CM ദളിത് മുഖമായിരിക്കണം. താനല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ G പരമേശ്വര മറ്റൊരു കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരണം എന്നുള്ളതാണ്. പകരം അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ സിദ്ധരാമയ്യെ ഒരു 3 മാസം കഴിഞ്ഞ് അവിടെ രാജ്യസഭ സീറ്റ് വരുന്നുണ്ട്, 4ഓളം സീറ്റ് വേക്കൻ്റ് ആയി വരുന്നുണ്ട്. പകരം അദ്ദേഹം രാജ്യസഭയിലോട്ട് പോകുന്നുള്ള ഒരു സാധനം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ G പരമേശ്വരനെ അങ്ങനെ സെറ്റിൽമെന്റിലോട്ട് വരുന്നുണ്ട്. G പരമേശ്വരനെ ആക്കണം എന്നാണ്. പക്ഷെ DK ശിവകുമാർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത്. അല്ല, അതൊരു തരത്തിലൊരു കബളിപ്പിക്കുന്ന രീതി തന്നെയാണല്ലോ രാഷ്ട്രീയത്തിൽ. ഇപ്പൊ DK ആയി അങ്ങനെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള ചർച്ചകളിലാണ് ഇത്തരം ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പൊ ഇവിടെ കർണാടകയിലെ സംസ്ഥാനത്തിൽ മാത്രം സിദ്ധരാമയ്യ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ അത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയായി മാറുകയും കൂടി ചെയ്യുമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം സിദ്ധരാമയ്യ മുമ്പോട്ട് വെച്ച മറ്റൊരു ഫോർമുല നമുക്കറിയാം. ഇതിപ്പം ഇനി 2 മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് ആയി പോയി. ഇപ്പം ഓഗസ്റ്റിലാണ് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. സിദ്ധരാമയ്യ പറയുന്നത് ഓഗസ്റ്റ് വരെ തനിക്ക് തന്നെ വേണം, അതിനുശേഷം നമുക്ക് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് സിദ്ധരാമയ്യ പോകുന്നത്. അപ്പം അദ്ദേഹം നമ്മൾ പറയാറുണ്ടല്ലോ, ചക്രക്കോളത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ സാറെപ്പോഴും പറയാറുന്നൊരു പഴഞ്ചൊല്ലാണ്, പിന്നെ കൈയെടുക്കാൻ തോന്നില്ല നമുക്ക്. സെയിം അവസ്ഥയാണ് അവിടെ. സിദ്ധരാമയ്യ എന്താ പറയുക, അധികാരത്തിൻ്റെ
എന്താ പറയാ അധികാരത്തിന്റെ ചക്രക്കുടത്തിൽ കൈയിട്ട് നക്കി കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും എടുക്കാൻ തോന്നില്ല, പിന്നീട് അതൊന്നും മാറി നിൽക്കാൻ തോന്നില്ല. ആ സാധനം നമ്മൾ എല്ലായിടത്തും കണ്ടതാണ്. രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ് തമ്മിലുള്ള പ്രശ്നത്തിൽ നമ്മൾ കണ്ടതാണ്. മധ്യപ്രദേശിൽ വസുന്ധരാജ് സിംഗുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ഇത് കണ്ടതാണ്. അവിടെ കോൺഗ്രസിന് വലിയ പരാജയം ഉണ്ടായെന്നുള്ളതാണ് അതിൽ നമുക്ക് കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ഈ നമ്മൾ രാജസ്ഥാൻ ഇത് പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. നീ പറഞ്ഞ പോലെ സച്ചിൻ പൈലറ്റിനും ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ജനസപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ MLA-മാരെ സപ്പോർട്ട് ഈ പറഞ്ഞ പോലെ അശോക് ഗെഹ്ലോട്ടിനായിരുന്നു. പക്ഷെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് സച്ചിൻ പൈലറ്റ് സ്വാധീനം ഉണ്ടായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ ഒറ്റ യുവാക്കള് മുമ്പോട്ട് വെച്ചിട്ട്, അതായത് അദ്ദേഹം യുവാവാണ്, ആ ഒരു സാധനം മുമ്പോട്ട് വെച്ചിട്ടാണ് അവിടെ ഭരണത്തിൽ കോൺഗ്രസ് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിൽ കാലാകാലമായി നിൽക്കുന്ന സമ്പ്രദായത്തിന്റെ തലയെണ്ണൽ എത്ര MLA-മാർ എത്ര ആൾക്കാണ് എന്നുള്ളത്. അപ്പം അത് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കിട്ടിയില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പിന്നീട് നമ്മൾ കണ്ടതാണ് പിന്നെ BJP രാജസ്ഥാൻ പിടിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ എല്ലായിടത്തും കോൺഗ്രസിന്റെ ഈ ഒരു സാധനമാണ് നടക്കാറ്, തലയെണ്ണൽ സമ്പ്രദായമാണ്. അതിന്ന് ആദ്യമായി മാറുന്നത് കേരളമാണ്. ഇപ്പം DK ശിവകുമാർ മുമ്പോട്ട് വെക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ VD സതീശൻ വന്നത് MLA-മാരുടെ തല എണ്ണിയിട്ടല്ല, ജനപിന്തുണയോടുകൂടിയാണ്, ജനങ്ങളുടെ വികാരം നോക്കി അതേ നടപടി, അതേ സ്വീകാര്യത, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു നീതി എനിക്കും വേണമെന്നുള്ള സാധനമാണ് ഇപ്പോൾ DK ശിവകുമാർ AICCക്ക് മുമ്പിൽ വെക്കുന്നത്. അതെ, ഈ ഫവാസെ ഞാൻ തടസ്സപ്പെടുത്തുകയാണ്, ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. ഈ അന്ന് VD സതീശന് അനുകൂലമായ ജനകീയ വികാരം ഉയർന്നു കഴിഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് ഇത് തന്നെയാണ് ഉയർത്തിയ ഒരു പ്രതിരോധം. അതായത് ഇന്നിപ്പോൾ കേരളത്തിൽ ജനവികാരത്തെ മാനിച്ചുകൊണ്ട് പരമ്പരാഗതമായ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർലമെന്ററി ലീഡറെ തെരഞ്ഞെടുക്കുന്ന ഒരു സമ്പ്രദായം ഉപേക്ഷിച്ച് ജനകീയ വികാരം കണക്കിലെടുത്ത് ചെയ്യുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊരു വെല്ലുവിളിയായി മാറുന്നു. അന്നേ അവർ സൂചിപ്പിച്ചിരുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ അത് ശരിയായി വന്നിരിക്കുന്നു. അല്ല, ഒന്നാലോചിക്കുമ്പോൾ നല്ലതാണ്. ആ പാർട്ടിയുടെ നിലനിൽപ്പിന് ഈ സാധനം വേണം. കാരണം കോൺഗ്രസ് എല്ലാ കാലത്തും നോക്കുന്നൊരു സമ്പ്രദായമാണ് തലയെണ്ണൽ എത്ര MLA-മാർ ആർക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ അടിത്തട്ടിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാണ്ട് കുറച്ച് നേതാക്കന്മാരുടെ പൈസയുടെ ഹുങ്ക് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ MLA-മാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം, നമുക്കറിയാം 140-150 MLA-മാർ സപ്പോർട്ട് ചെയ്യാണ്ടാവും. പക്ഷെ അടിത്തട്ടിലും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനെതിരായിരിക്കും തീരുമാനം. അപ്പോൾ കോൺഗ്രസ് എപ്പോഴും ഈ ജനങ്ങളുടെ വികാരം നോക്കാണ്ട് നേതാക്കന്മാരുടെ വികാരം നോക്കി പോകുന്നതോടെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അമ്പേ പരാജയപ്പെട്ടത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കോൺഗ്രസ് അല്ലാതെ ഒരു മൃഗീയമായ ഒരു കാലത്തോളം കേരളത്തിൽ ആരും അല്ല, ഇന്ത്യ ആരും ഭരിച്ചിട്ടില്ല. പിന്നീട് നോക്കൂ, BJP-യുടെ ഒരു തേരോട്ടം വന്നതിന് ശേഷം കോൺഗ്രസ് ചില പരസ്യങ്ങളിൽ പറയുന്ന പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനെന്ന അവസ്ഥയിലേക്ക് മാറി. അത് കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള നയവൈകല്യം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്കത് തുറന്നു പറയാൻ സാധിക്കും. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഏതൊരു പാർട്ടിക്കും അവരുടെ ഐഡിയോളജി 100 വർഷത്തിന്റെ കാലാവധിയുള്ളത്. ഇപ്പം 1885 കോൺഗ്രസ് വരുന്നത്. പിന്നീട് 1985 കോൺഗ്രസ് ഏറ്റവും വലിയ പിളർപ്പിലോട്ട് പോകുന്നത്. ആ 85 മുതലാണ് കോൺഗ്രസിന്റെ ഡിക്ലൈൻ നമുക്ക് പറയാൻ പറ്റും. അവിടെ മുതലാണ് കോൺഗ്രസ് പതിയെ ഇല്ലാണ്ടായി. 2025 എത്തുമ്പോൾ 26 എത്തുമ്പോൾ കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് ഇല്ലാണ്ടാവുന്നൊരു കാരണം ഈ പറഞ്ഞ പോലെ അവർ ഐഡിയോളജി കഴിഞ്ഞു. ഇനി നമ്മൾ RSSന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 1925 RSS എന്ന പാർട്ടി അല്ലെങ്കിൽ സംഘടന രൂപീകരിക്കപ്പെടുന്നത്. നാഗ്പൂരിലാണ് ഈ സാധനം രൂപീകരിക്കപ്പെടുന്നത്. ഇന്നിപ്പോൾ 2025 എത്തുമ്പോൾ 2024 ഇലക്ഷനിൽ ഏകദേശം 140 സീറ്റേ BJPക്ക് കിട്ടിയുള്ളൂ. അതിന് മുമ്പ് 300 സീറ്റും 290 സീറ്റുമായിട്ട് BJP വന്നായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ 100 വർഷം തികയുമ്പോൾ 1925 മുതൽ 2025 എത്തുമ്പോൾ RSSന്റെ അല്ലെങ്കിൽ BJP ഐഡിയോളജിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു നമ്മൾ ലോക്സഭ ഇലക്ഷന് കണ്ടത്. അതോ ഏതൊരു പാർട്ടിക്കും CPIയുടെ കാര്യം എടുത്ത് 1925 തന്നെയാണ് CPI രൂപീകരിക്കപ്പെടുന്നത്. 2025 എത്തുമ്പോൾ CPIയുടെ ഈ പറഞ്ഞ പോലെ ഐഡിയോളജി പതിയെ ഇല്ലാണ്ടാവുന്നു. CPM എമർജ് ചെയ്ത് വരും നമ്മൾ കണ്ടതാണ് 1885 ശേഷം. ഈ പറഞ്ഞ പോലെ ഒരു പാർട്ടിക്കും ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഐഡിയോളജി മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കോൺഗ്രസ് വലിയ തരത്തിലുള്ളൊരു അപ്ഡേഷൻ അവരുടെ നയവിധ്യാനങ്ങളിലും അവരുടെ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളും വലിയ തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഉള്ളൂ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. BJP സാധനം എപ്പോഴും മാറ്റാറുണ്ട്. അത് തന്നെയാണ് പ്രവാസം. അത് കാലാനുസൃതമായി ചിന്തിക്കാൻ സാധിക്കാതെ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബൈലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബൈലോന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുമ്പോൾ നേരത്തെ പ്രവാസ് പറഞ്ഞ പോലെ ജനങ്ങളുടെ പൾസ്, ജനങ്ങളുടെ വികാരം എന്തെന്നറിയാതെ നമ്മളിങ്ങനെ ബൈലോവിന്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങിയെന്നുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ജനവികാരത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കില്ല. അല്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് മീൻസ് നേതാക്കളെ കണ്ടെത്തലായിരിക്കില്ല. അവിടെ ജനവികാരം എതിരാണെന്ന് കാണുമ്പോൾ തീർച്ചയായും ജനാധിപത്യത്തിന്റെ വിശുദ്ധി നഷ്ടമാകുകയല്ലേ ചെയ്യണേ. ഇപ്പൊ തലയെണ്ണം നോക്കി ആരൊക്കെ കൈവെക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പല ഘടകങ്ങളും സ്വാധീനിക്കും. പക്ഷെ ഈ ഘടകങ്ങളൊന്നും തെരഞ്ഞെടുക്കപ്പെടാനുള്ള സ്വാധീന ശക്തിയായി മാറുന്നില്ല. ജനത്തിന്റെ സമ്മതി ഇല്ലെങ്കിൽ ആരും തെരഞ്ഞെടുക്കപ്പെടുന്നില്ല. അപ്പൊ ജനത്തിന്റെ വികാരം മാനിക്കണം എന്ന തരത്തിലേക്ക് ഉള്ള ഒരു ചിന്താഗതി തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വരേണ്ടത്. പറയൂ ഭവാസെ. അപ്പൊ എന്തായാലും കോൺഗ്രസ് എന്തായാലും
ഡി കെ ശിവകുമാറിന് ഞാൻ ആഗ്രഹിക്കുന്നത് ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന് എവിടെയെങ്കിലും തലത്തിൽ എന്തെങ്കിലും രാജസ്ഥാനിൽ നമ്മൾ കണ്ടതായിരുന്നു, ജയിച്ചതിന് ശേഷം കോൺഗ്രസ് MLA മാർ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നുള്ള സന്ദർഭം വന്നപ്പോൾ രാത്രിക്ക് രാമായണം ആ MLA മാർ അവിടുന്ന് കടത്തി കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ റിസോർട്ടിൽ താമസിപ്പിച്ച ആളാണ് ഈ പറഞ്ഞ പോലെ ഡി കെ ശിവകുമാർ. കോൺഗ്രസിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ BJP എങ്ങനെയാണോ ചെയ്യുന്നത് അതേ മാതൃകയിലൂടെ തൻ്റെ പാർട്ടിയെ സംരക്ഷിച്ച് അവർക്ക് വേണ്ട അപ്പം നമ്മളെ എന്താ പറയുക, തെലങ്കാനയിൽ പ്രശ്നം നടന്നു കഴിഞ്ഞപ്പം, അതേപോലെ തൊട്ടടുത്ത് തന്നെ ഛത്തീസ്ഗഡിൽ പ്രശ്നം നടന്നു കഴിഞ്ഞപ്പം അവിടുത്തെ MLA മാരെ ഈവൻ ദോ ഹേമന്ത് സോറന്റെ പ്രശ്നം കഴിഞ്ഞപ്പോൾ ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെയും BJP വിഴുങ്ങുന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ ജാർഖണ്ഡ് മുക്തി മോർച്ചയിലെ MLA മാരെ സംരക്ഷിച്ചത് ഡി കെ ശിവകുമാറായിരുന്നു. നേരെ അദ്ദേഹം കൊണ്ടുവന്നത് കർണാടകയിലോട്ടാണ്. സമ്പത്ത്, സ്വാധീനവും സാമർഥ്യമുള്ള നേതാവ് തന്നെയാണ് ഡി കെ ശിവകുമാർ. അതെ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, BJPയുടെ കോട്ടയാണ് ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ പോയി ഇങ്ങോട്ട് രാത്രിക്ക് രാമായണം ചാർട്ടേഡ് ഫ്ലൈറ്റ് രൂപീകരിക്കുന്നു. അതിൽ അവിടുന്ന് അതുണ്ടായത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നു. എല്ലാവരും വിചാരം അവിടുന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റ് വഴിയായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. അത് പെട്ടെന്ന് മാറിയിട്ട് അവരെ സാധാ ട്രെയിനിലൂടെ കൊണ്ടുവരുന്നു, കർണാടകയിൽ ഇറക്കുന്നു, അവിടെ ഒരു ഫ്ലൈറ്റ് സെറ്റാക്കി വെക്കുന്നു. അപ്പം മൊത്തം BJPയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് അങ്ങോട്ട് വരും, അവിടെ വെച്ചിങ്ങാണ്ടി അവരെ പിടിക്കാം, അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ആരും അറിയാണ്ട് അവരെല്ലാവരും കർണാടകയിൽ എത്തുന്നു. അപ്പോൾ ഭയങ്കര കാണുന്ന ഓപ്പറേഷൻ പോലെ. അതെ, വൻ എക്സിക്യൂട്ടീവ് ആള്. അദ്ദേഹത്തിന് അറിയാം എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. ഒരു പരിധി വരെ കോൺഗ്രസ് നിന്ന് കുറച്ചെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡി കെ ശിവകുമാറിന്റെ ഒക്കെ ഒരു മിടുക്ക് കൊണ്ട് മാത്രമാണ്. രാഷ്ട്രീയ തന്ത്രജ്ഞത. അതെ, അമിത്ഷയ്ക്ക് ശേഷം നമുക്ക് പറയാൻ പറ്റും, അമിത്ഷയെ പോലെ രാഷ്ട്രീയ ചാണക്യനാണ് ഡി കെ ശിവകുമാർ എന്നുള്ള നേതാവ്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടും ആ ഒരു പദവിയിലോട്ട് യോഗ്യത ഉണ്ട്, ഉയർന്ന ജാതിക്കാരനായി എന്നുള്ള ഒരു പ്രായം പരിഗണിക്കുമ്പോഴും ഡി കെക്ക് തന്നെയാണല്ലോ. യുവാവ് എന്ന് പറയുന്നില്ല, പക്ഷെ നമ്മൾ സിദ്ധരാമയ്യെ സംബന്ധിച്ചിടത്തോളം എത്രയോ യുവാവ് തന്നെയാണ്. മാത്രമല്ല യുവാക്കളുടെ കാര്യമായ പിന്തുണയും ഡി കെക്ക് ഉണ്ട്, വിഷനുണ്ട്. യുവാക്കൾക്കൊപ്പം ചിന്തിക്കുന്ന ജൻസിക്കൊപ്പം ചിന്തിക്കുന്ന ആള് തന്നെയാണ് ഡി കെ എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മാത്രമല്ല, ഇപ്പോൾ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള ഒരു സംവിധാനത്തിൽ ഉണ്ടാക്കിയ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഫോർമുല അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥൻ കൂടിയാണല്ലോ സിദ്ധരാമയ്യ. അപ്പോൾ ഡി കെക്ക് ഇനിയുള്ള 2.5 വർഷക്കാലം അല്ലെങ്കിൽ ഇനിയുള്ള ശേഷിച്ച ഭരണകാലം ഡി കെക്ക് വെച്ച് ഒഴിഞ്ഞു മാറിക്കൊടുക്കേണ്ടത് ഒരു രാഷ്ട്രീയ മര്യാദ സിദ്ധരാമയ്യ പാലിക്കണം എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ പോക്ക് ഇങ്ങനെയൊക്കെയാണ്. ഡി കെ ശിവകുമാറിന് മാറിക്കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പം നിലവിൽ നമുക്കുള്ളത്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. അതല്ലാണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തൊക്കെയാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് അത് കാര്യങ്ങൾ നീങ്ങും. അത്തരത്തിൽ ഇപ്പോൾ ഡി കെ വയ്ക്കുന്ന ഒരു ഫോർമുല അല്ലെങ്കിൽ അന്നുണ്ടാക്കിയ ഒരു കരാറിനൊരു വിരുദ്ധമായിട്ടുള്ളൊരു തീരുമാനം കർണാടകയിൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും കർണാടകയിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അത് പൊട്ടിത്തെറിയായിരിക്കും, പക്ഷെ അത് ഡി കെ പാർട്ടി വിട്ടു പോകും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അത് വലിയ പ്രതിസന്ധി കോൺഗ്രസിനുണ്ടാക്കും കർണാടകയിൽ എന്നുള്ളതിന് തർക്കമില്ല. പിന്നെ ഇപ്പം ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് രൂപീകരിച്ച കർണാടകയിൽ സ്ഥിരം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പ്രഭാത ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക എന്നുള്ള സമ്പ്രദായം. നാളെ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഒരുമിച്ചിരുന്നങ്ങാണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളില്ല, ഒരു സമവായത്തിലാണ് പോകുന്നത് എന്നുള്ളത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമ്പ്രദായം. പക്ഷെ ഇത് പറയുമ്പോഴും ഇപ്പോൾ ഈ നിമിഷം വരെ ഇന്ന് 1:30ക്കാണ് ഡി കെ ശിവകുമാറിൻ്റെ ഫ്ലൈറ്റ് കർണാടകയിലോട്ടുള്ളത്. അപ്പം ഇപ്പം നിലവിൽ അദ്ദേഹം ഡൽഹിയിലാണ്, ICC നേതൃത്വമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് 1:30ക്ക് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി എന്തായാലും ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ എത്തും. നാളെ ഒരുമിച്ച് ഇരു നേതാക്കന്മാരും പ്രഭാത ഭക്ഷണം കഴിക്കും എന്നുള്ള വിവരം വരുന്നുണ്ട്. അല്ല, നാളെ അവരൊരുമിച്ച് ഇഡ്ഡലിയും സാമ്പാറും വടയും മസാല ദോശയൊക്കെ കഴിച്ചുകൊണ്ട് അത്തരം മസാല കൂട്ടുകൊണ്ടൊന്നും ജനങ്ങൾ അത്ര വലിയ വിഡ്ഢികളൊന്നുമല്ല. അവർക്കറിയാം ഇത് കോമാളിത്തരാണ് നടക്കുന്നത് എന്നുള്ളത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് AICC ഇപ്പോഴും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ ആയിട്ട്. അല്ല, ഒരു ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ തീരണം. കേരളത്തിലോ ഇന്ത്യയിലോ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പൊ അതൊക്കെ വെറും ആലങ്കാരികമായിട്ടുള്ള പദപ്രയോഗങ്ങളും അല്ല എന്നുണ്ടെങ്കിൽ സംവിധാനങ്ങളും മാത്രമാണ്. യഥാർത്ഥമായി വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് കടന്നു ചെല്ലുകയും ഇനിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാത്ത രീതിയിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഇതിലിടപെട്ട് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ കോൺഗ്രസ് അവിടെ ശൂന്യമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കോൺഗ്രസിന്റെ ആധിപത്യം മെല്ലെ മെല്ലെ ഇല്ലാതായി വരുന്നു. ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ഈ കർണാടക, കേരളമൊക്കെ ഉണ്ട്. ഇനി അത് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകാനായിട്ട് ഹൈക്കമാൻഡ് എന്തായാലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. എന്തായാലും വരും ദിവസങ്ങൾ അറിയാം കർണാടകയുടെ പോക്ക് എങ്ങനെയാണെന്നുള്ളത്. ഡി കെ ശിവകുമാർ
ഏത് തരത്തിലുള്ള സാധനങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നുള്ളതോ, അതല്ലാന്നുണ്ടെങ്കിൽ ഡി കെ ശിവകുമാർ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പാർട്ടി വിട്ട് പോകുന്നുള്ളത്. മറിച്ച് സിദ്ധരാമയ്യയുടെ കാര്യം വരുമ്പോൾ സിദ്ധരാമയ്യ ഇത് തെളിയിച്ചതാണ്. പാർട്ടി വിട്ട് മുമ്പേ സിദ്ധരാമയ്യ പോയിട്ടുണ്ട് കോൺഗ്രസ്. അതെ, നേരത്തെ ഒരു പിന്മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സിദ്ധരാമയ്യ അല്ല, ഡി കെ ശിവകുമാർ 20-ാം വയസ്സിൽ പാർട്ടിയിൽ വന്നൊരാളാണ്. അതെ, ദേവഗൌഡ അന്നേ വിറപ്പിച്ചതാണ് ആള്. അന്ന് തോറ്റു എന്നുണ്ടെങ്കിൽ പോലും ദേവഗൌഡ ചെറിയ മാർജിനാണ് അന്ന് ജയിച്ചത്. അപ്പൊ ചെറിയ പ്രായം മുതലേ അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്താ പറയാ കോൺഗ്രസിന്റെ നട്ടെല്ലാണ്. കോൺഗ്രസിന്റെ മുതൽക്കൂട്ട് തന്നെയാണ് ഡി കെ ശിവകുമാർ, യാതൊരു തർക്കമില്ല. അത് കണ്ടറിഞ്ഞ് ഹൈക്കമാൻഡിന് ഇടപെടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനുണ്ടായ അപജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കമില്ല. 20 വയസ്സിൽ ഡി കെ കോൺഗ്രസിൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഡി കെക്ക് കോൺഗ്രസിന്റെ മഹിത പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഹൈക്കമാൻഡിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഴയ പോലെ സോണിയാഗാന്ധി ജയിലിൽ സന്ദർശിച്ചപ്പോൾ ഞാൻ കർണാടക കയ്യിൽ വെച്ച് തരും എന്ന് പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും ഡി കെയുടെ ഭാഗത്തു നിന്ന് ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനം നീക്കങ്ങളും പ്രതീക്ഷിക്കേണ്ടി വരില്ല.